നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. അമ്മേ ഭഗവതി. നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും നിറച്ചുകൊണ്ട് മറ്റൊരു പൊന്നിൻ ചിങ്ങപ്പുലരി കൂടി പിറക്കാൻ പോവുകയാണ്. ഈ വരുന്ന 17-ാം തീയതിയാണ് ചിങ്ങം 1-ാം തീയതി, തിരു ആണ്ടുപിറപ്പ് 1-ാം തീയതി. ഈ ഒരു ചിങ്ങമാസത്തെ ജ്യോതിഷപ്രകാരം നോക്കിക്കാണുമ്പം ചില നക്ഷത്രക്കാർക്ക് അതീവ ശുഭകരമായ മാസമായാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിങ്ങമാസ പുലരി അവരുടെ ജീവിതത്തിലേക്ക് ദുഃഖ ദുരിതങ്ങൾ തീർത്ത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് സാരം. ഇന്ന് ഞാൻ എല്ലാ നാളുകാരുടെയും ഫലം പറയാം. അതായത് അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും ഫലം ഞാനിവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഫലങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ ഈ പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ അച്ചിട്ടായി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ പ്രവചനം തെറ്റില്ല. നിങ്ങളുടെ നാളിൻ്റെ ഫലം കേട്ടു നോക്കൂ. ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. എന്തൊക്കെയാണ് ആ ഫലങ്ങൾ, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഏതൊക്കെ നാളിനാണ് വരുന്നത് എന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കോളൂ. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം സൗഭാഗ്യത്തിൻ്റെ മാസമാണ്. അശ്വതിക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു മാസമായാണ് ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കുന്നത്. വഴിത്തിരിവാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, ദീർഘകാലമായി പ്രയത്നിച്ചിട്ട് നടക്കാതെ ഇരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും നേടാൻ സാധിക്കാതെ വഴിമുടക്കായി തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, ആ തടസ്സം നീങ്ങി കാര്യവിജയമുണ്ടാകുന്ന കാലമാണ് ഈ അശ്വതി നക്ഷത്രത്തിന് ഈ ചിങ്ങം പിറക്കുന്ന ചിങ്ങപ്പുലരി പ്രദാനം ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ധൈര്യമായി മുന്നോട്ട് പോകാൻ പറയണം. വലിയ വിജയങ്ങൾ ഇവരുടെ പാതയിൽ വന്നു ചേരുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടും ഫലമില്ല എന്നോർത്ത് വിഷമിക്കരുത് എന്ന് പറയണം. എല്ലാം ഫലം കാണാൻ പോകുന്ന, എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കാൻ പോകുന്ന ചിങ്ങപ്പുലരിയാണ് അശ്വതിയെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാൻ പോകുന്നത്. അശ്വതിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കൂ, നല്ലതേ വരുള്ളൂ. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്താണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ ചില ദോഷങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരു പുരോഗതിയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ പരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു സാഹചര്യമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പേര്, പ്രശസ്തി, അംഗീകാരങ്ങളൊക്കെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ തൊഴിൽ പരമായിട്ടും കർമ്മമേഖലപരമായിട്ടും അതുപോലെ ധനപരമായിട്ടും നേട്ടമുണ്ട്. അതേസമയം ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ, ചില അപകടങ്ങൾ, വീഴ്ചകൾ പോലെയുള്ള കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസത്തിൽ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ആയുരാരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വയ്യായ്മകൾ കാര്യങ്ങളുണ്ടെങ്കിൽ വെച്ച് പൊറുപ്പിക്കരുത്. അതിനു വേണ്ട ചികിത്സ നേരത്തെ തന്നെ തേടേണ്ടതാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, ദോഷങ്ങളും അതുപോലെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഈ ചിങ്ങപ്പുലരിയോടുകൂടി ദീർഘനാളായിട്ട് സ്വപ്നം കണ്ട ചില കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ച് ധനവളർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈശ്വരാധീനക്കേടുകളൊക്കെ മൂലമുണ്ടായിരുന്ന ജീവിതത്തിലെ ചില തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, ഇതൊക്കെ മാറി പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിട്ട്, തടസ്സം നീങ്ങി കാര്യപ്രാപ്തി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഉപദ്രവങ്ങൾ, മനപ്രയാസങ്ങൾ,
സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും ഇടയിൽ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിക്കലുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കർമ്മ മേഖലയിൽ ചെന്നിടപഴകുന്നിടത്ത് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ശത്രുക്കളെ കൊണ്ടുള്ള പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഈ കാർത്തിക നക്ഷത്രത്തിനുണ്ട് എന്നുള്ളതാണ്. ശത്രുദോഷ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം ഒരല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട മാസമാണ് കേട്ടോ. ഒരല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പല രീതിയിലുള്ള ദോഷങ്ങൾ, പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അല്ലലുകൾ, അലച്ചിലുകൾ, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ, സമയത്ത് ധനം ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, തടസ്സങ്ങൾ, വിവാഹ തടസ്സം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് മംഗളകാര്യങ്ങൾ തടസ്സപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, പല രീതിയിലുള്ള വിഘ്നങ്ങൾ വന്ന് ജീവിതത്തിൽ വഴിമുടക്കി നിൽക്കുന്ന ഒരവസ്ഥ ഒക്കെ വരുന്നതായിട്ട് ഈ ചിങ്ങത്തിൽ മൊത്തത്തിൽ കാണുന്നുണ്ട്. ഇത് ചിങ്ങത്തിൻ്റെ മാത്രം ഫലമാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് പോകുമ്പം കാര്യങ്ങൾ ബെറ്റർ ആവും. പക്ഷേ ചിങ്ങമാസത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ക്, എരിച്ചിൽ, കണ്ണീർ പോലെയുള്ള കാര്യങ്ങൾ, അത്തരം ദോഷങ്ങൾ, എരിച്ചിൽ ദോഷം, ദൃഷ്ടിദോഷം, നാവേറ് ദോഷം, കണ്ണേറ് ദോഷം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഏൽക്കാനായിട്ടുള്ള സാധ്യതയും രോഹിണി നക്ഷത്രത്തിനുണ്ട്. അപ്പം രോഹിണി ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ പല വഴിമുടക്കുകളും വരുന്ന ഒരു മാസമായാണ് ഈ ചിങ്ങത്തെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ മക്കളെ ഓർത്തുള്ള ഒരുപാട് സങ്കട, ദുഃഖ, ദുരിതങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ട് ഇവർക്ക് തന്നെ ക്ഷീണം അനുഭവപ്പെടുക, രോഗദുരിതങ്ങൾ അനുഭവപ്പെടുക പോലെയുള്ള കാര്യങ്ങളുണ്ട്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാനായിട്ട് വൈകും. പല കാര്യങ്ങളിലും കയറി ഇടപെട്ടിട്ട് അതൊക്കെ നമുക്ക് തന്നെ വിനയായി മാറുന്ന ഒരവസ്ഥയും പല വ്യക്തികളെ കൊണ്ടുള്ള ദ്രോഹങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മകയിരത്തിന് കാര്യങ്ങൾ അത്ര സുഗമമല്ല. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളൊക്കെ അല്ലറ ഇല്ലറയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ദോഷങ്ങളും ഉള്ള ഒരു മാസമായിട്ടാണ് ഈ പിറക്കാൻ പോകുന്ന ചിങ്ങത്തെ കാണാൻ സാധിക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മഹാദേവനെ തൊഴാൻ പറയണം കേട്ടോ. വീട്ടിനടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ ഭഗവാനെ തൊഴാനായിട്ട് പറയണം. മഹാദേവൻ്റെ കൃപയാൽ മാത്രമേ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ എന്തൊക്കെ നേടിയെടുത്താലും ഒരു സങ്കടം വന്ന് പൊതിയുന്ന ഒരവസ്ഥ നിലവിൽ തിരുവാതിരയ്ക്കുണ്ട്. അത് ചിലപ്പം ചില സങ്കട വാർത്തകളായിരിക്കും. ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ വഴിമുടങ്ങി കിടന്നു പോകുന്നതായിരിക്കും. അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള തടസ്സങ്ങളായിരിക്കും. ആയുരാരോഗ്യ സൗഖ്യം കുറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലൊരു കലഹത്തിനുള്ള സാധ്യത, അതുമൂലമുണ്ടാകുന്ന ദുഃഖം, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത തിരുവാതിരയ്ക്കുണ്ട്. ഗുണമുണ്ട് എന്നുണ്ടെങ്കിലും ദോഷങ്ങൾ മുഴച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിരക്കാർ ശിവനെ പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കട്ടെ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം സൗഭാഗ്യ ചിങ്ങമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് സൗഭാഗ്യ ചിങ്ങം എന്ന് പറയുന്നത്? ചെന്ന് തൊടുന്നതൊക്കെ വരമായി തീരുന്ന ചിങ്ങം. ചെന്ന് തൊടുന്നതൊക്കെ വരമായി തീരുന്ന ചിങ്ങമായി പുണർദം നക്ഷത്രത്തിന് കൈവരും എന്നുള്ളതാണ്. കഷ്ടപ്പാടും അധ്വാനവും ഫലം കാണും. നേട്ടങ്ങൾ ഇവരെ തേടി വരും എന്നുള്ളതാണ്. ധനലാഭമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവരൊക്കെ വിജയിച്ചു വരും. കടങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ തീരും. ജീവിതത്തിൽ അംഗീകാരങ്ങൾ, പ്രശംസ, കഴിവിനുള്ള ആ ഒരു അംഗീകാരം ഇവരെ തേടി എത്തുകയും ചെയ്യുന്നതാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും വിജയിച്ചു വരാനുള്ള യോഗം കാണുന്നുണ്ട്. പുണർദത്തിന് മൊത്തത്തിൽ ചിങ്ങം തൊട്ടാൽ പൊന്നാകും ചിങ്ങമായി തീരുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു ചിങ്ങമാസം തരക്കേടില്ലാത്ത ഒരു മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്നുണ്ട്. രാജയോഗ തുല്യമായിട്ടുള്ള ചില അനുഭവങ്ങളിലേക്കുള്ള ചുവടുവയ്പ് ഈ ചിങ്ങത്തിൽ നടക്കുന്നതാണ്. എന്താണ് ചുവടുവയ്പ് എന്നുള്ളത്? ജീവിതത്തിൽ വളരെ സൗഭാഗ്യം നൽകുന്ന ചില കാര്യങ്ങളിലേക്കുള്ള തുടക്കത്തിന് അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന ചില കർമ്മങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഒരുപക്ഷെ ഇന്നത് അവരറിയില്ല, നാളെ ഒരു കാലത്ത് എല്ലാത്തിൻ്റെയും തുടക്കം ഈ ചിങ്ങത്തിലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഓർക്കുമ്പം മനസ്സിലാകുന്ന രീതിയിൽ ചില ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് സമയം കൂടുതലായിട്ട് ചെലവഴിക്കും. ഈശ്വരാധീനം വർദ്ധിക്കും. കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, ധനനേട്ടം, പേര്, പ്രശസ്തി പോലെയുള്ള കാര്യങ്ങൾ വരും. മത്സര പരീക്ഷകൾ, കോമ്പറ്റീറ്റീവ് എക്സാമുകൾ, ഇതിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂല സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പൂയത്തിനും നല്ല ഒരു മാസമായാണ് ഈ ചിങ്ങത്തെ കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യംകാർക്ക് ഈ ചിങ്ങം അവരുടെ ജീവിതത്തിൽ ഒരു സമയമാറ്റത്തിൻ്റെ തുടക്കമായാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ മാറാനായിട്ടുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ ആയില്യംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ വരുന്ന മാസമായിരിക്കും ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അതൊന്നുകിൽ ആയില്യംകാർക്ക് വരും, അല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിൻ്റെ സാന്നിധ്യപ്രഭയാൽ ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് വരാനായിട്ടുള്ള യോഗവും ഉണ്ട് എന്നുള്ളതാണ്. പുതിയ വീട്, വാഹനം, വസ്തുവകകൾ, ചില മംഗളകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനമിടപാടുകൾ, ഇതൊക്കെ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മക്കളെ ഓർത്ത് ചില ദുഃഖങ്ങൾ, മക്കളെ ഓർത്തുള്ള ചില ദുഃഖ വാർത്തകൾ, മക്കളെ ഓർത്ത് ദുഃഖിക്കാനിടയാകുന്ന ചില സന്ദർഭങ്ങൾ, ഇതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മക്കളൊക്കെ ഉള്ള ആയില്യം നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഏറ്റവും നന്നാവും. മക്കളെ ഓർത്ത് ദുഃഖിക്കാനുള്ള അവസ്ഥ ആയില്യത്തിന് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം സൗഭാഗ്യ ചിങ്ങമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് സൗഭാഗ്യ ചിങ്ങം മകം നക്ഷത്രത്തിനെന്ന് പറയുന്നത്? ഏത് കാര്യത്തിൽ ഇടപെട്ടാലും 100 മേനി കൊയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏത് കാര്യത്തിൽ ഇവർ ചെന്ന് തൊട്ടാലും ഈ പ്രപഞ്ചം മുഴുവൻ ഇവരെ അനുകൂലിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കടാക്ഷം സ്വീകരിച്ച് വിജയിച്ച് വരാൻ മകം നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒറ്റപ്പെടലുകൾ, വിഷമങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്ന മകൻകാരുണ്ട്. അതൊക്കെ മാറും കേട്ടോ. ഈശ്വരനായിട്ട് വഴി തെളിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. തൊടുന്നതൊക്കെ പൊന്നാകും. ജഗദീശ്വരനൊപ്പമുണ്ട്. ധൈര്യമായിട്ടിരിക്കും. വീട്ടിൽ മകൻകാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണ്, സൗഭാഗ്യമാണവർ എന്നുള്ളത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ പിറക്കാൻ പോകുന്ന ചിങ്ങം മാറ്റത്തിൻ്റെ ചിങ്ങമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മനപ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, പല കാര്യങ്ങളെ ഓർത്തുള്ള ഒരുപാട്, നമ്മൾ ഈ ടെൻഷൻ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ, ആശങ്കകൾ, ചിന്തകൾ, കാട് കയറിയുള്ള ചിന്തകൾ, ഇതൊക്കെ നിലവിലുള്ളവരാണ് പൂരം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. പൂരംകാർ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും ആ പൂരംകാർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ആ പൂരം നക്ഷത്രക്കാരോട് പറയുന്നു, നിങ്ങളുടെ ആശങ്കകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അതിനി എത്ര വലുതായിരുന്നാലും ജഗദീശ്വര കൃപയാൽ അതിന് മാറ്റമുണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജഗദീശ്വരൻ്റെ ഒരു സാന്നിധ്യം തൊട്ടറിയാൻ സാധിക്കും. ഭാഗ്യം തുണയ്ക്കേണ്ട ജീവിത സാഹചര്യങ്ങളിൽ പലയിടങ്ങളിലും ഈശ്വര കൃപയാൽ നല്ലത് വരുന്നതുമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം ശുഭമാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മംഗള കാര്യങ്ങൾ ഇവരുടെ കുടുംബജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയും അത് നടന്നു കിട്ടാനും അല്ലെങ്കിൽ നടന്നു കിട്ടാനുള്ള കാര്യങ്ങളിലേക്കുള്ള വഴി തുറക്കാനും സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ദീർഘകാലത്ത് ഒരുപാട് സ്വപ്ന സാക്ഷാത്കാരം ഈ ഒരു ചിങ്ങമാസത്തിൽ ഉത്രം നക്ഷത്രത്തിനുള്ളതായിട്ട് കാണുന്നുണ്ട്. ഉത്രംകാർക്ക് മൊത്തത്തിൽ നോക്കുമ്പം ഈ ചിങ്ങം പൊന്നിൻ ചിങ്ങമായി മാറും എന്നുള്ളതാണ്. തൊട്ടതൊക്കെ പൊന്നായിത്തീരും. ഈശ്വര കൃപയാൽ സർവം ഗംഭീരമാകും. വീട്ടിൽ ഉത്രം നക്ഷത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിങ്ങമാസം സന്തോഷമുഖരിതമായ മാസമായി, ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖദോഷങ്ങളും നീങ്ങി സന്തോഷം നിറയുന്ന ചിങ്ങമായി മാറുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്
അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ചിങ്ങം എന്ന് പറയുന്നത്. കർമ്മരംഗത്ത്, പ്രവർത്തന മേഖലയിൽ, പ്രവൃത്തി മേഖലയിലൊക്കെ നല്ല രീതിയിൽ ഉയർച്ചകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക നഷ്ടം ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു സൈഡിൽ ഉയർച്ച കിട്ടുമ്പം മറ്റൊരു സൈഡിൽ തകർച്ച ഉണ്ടാവുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം ചിങ്ങമാസത്തിൽ എന്ന് പറയുന്നത്. അതായത് തൊഴിൽപരമായിട്ട്, കർമ്മമേഖലപരമായിട്ട് ഒരുപാട് പ്രശംസകൾ, അംഗീകാരങ്ങൾ, കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ജീവിതത്തിൽ ധനമിടപാടുകളിൽ നഷ്ടങ്ങൾ, ധനപരമായിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ പാളിപ്പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രതീക്ഷിച്ച ഒരു വിജയം, നമുക്ക് ചിലപ്പം ധനലാഭം ഉണ്ടാവും, പക്ഷേ പ്രതീക്ഷിച്ചതാകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ചില കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ അത്തം നക്ഷത്രത്തിന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പങ്കാളികളുമായിട്ട് ചില കലഹങ്ങൾ, പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാണോ ഭാര്യയായിട്ട് വരുന്നത്, അല്ലെ ഭർത്താവായിട്ട് വരുന്നത്, ജീവിത പങ്കാളിയുമായിട്ട് ചില കലഹങ്ങൾ, വീട്ടിൽ മൊത്തത്തിലൊരു സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു അവസരവും ഇതിനിടയ്ക്ക് ചിങ്ങത്തിൻ്റെ ഒരു അവസാനത്തോടു കൂടി തെളിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം ഗുണവും ദോഷവും ഇങ്ങനെ കലർന്ന് കിടക്കുന്ന, ഒരു നല്ലത് വരുമ്പം ഒരു കുന്നിനൊരാഴി എന്ന് പറയുന്ന കണക്ക്, ഒരു നല്ലത് വരുമ്പം ഒരു മോശാവസ്ഥ വരുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ അത്തം നക്ഷത്രം കടന്നു പോകാൻ പോകുന്നത് ഈ ചിങ്ങമാസത്തിൽ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം കഷ്ടകാല മാസമാണ്. കഷ്ടകാല മാസം എന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഈ ഒരു ചിങ്ങമാസത്തിൽ പുതിയ കാര്യങ്ങൾക്കൊന്നും പോയി തൊടാതിരിക്കുക. പല കാര്യങ്ങളും തുടങ്ങുന്നത് അബദ്ധമായി തീരാൻ, പല കാര്യങ്ങളും ചെന്ന് തൊടുന്നത് അപകടമായി തീരാൻ, ജീവിതത്തിൽ ദുരിതങ്ങൾ വിതയ്ക്കാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചിത്തിരക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പറയണം കേട്ടോ. പല രീതിയിലുള്ള അനർത്ഥങ്ങൾ, പല രീതിയിലുള്ള തടസ്സങ്ങൾ, മനപ്രയാസം കൊണ്ടുവരുന്ന വാർത്തകൾ, ജീവിതത്തിൽ ദുഃഖങ്ങൾ വിതയ്ക്കുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുത്തത് പാളിപ്പോകാനായിട്ട്, പല തീരുമാനങ്ങൾ മുഖാന്തരം പല രീതിയിലുള്ള സങ്കടങ്ങൾ വരാനായിട്ട് ഒക്കെയുള്ള സാധ്യതയുണ്ട്. ചിത്തിരക്കാർ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പരിഹാരം അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ് ചിത്തിരനാളെന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം ദോഷ ദുരിതങ്ങൾ തീരുന്ന മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ദോഷ ദുരിതങ്ങൾ തീരുന്ന മാസം എന്ന് പറയുന്നത്? ചോദിക്കാർ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, വഴിമുടക്കുകൾ, ജീവിതത്തിൽ സങ്കടം ഉണർത്തുന്ന ചില അവസ്ഥകൾ, ഒരിക്കലും ചിലപ്പോൾ പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ചില അവസ്ഥകളിലൂടെയൊക്കെ ചോദിക്കാർ കടന്നു പോകുന്നുണ്ട്. അത്തരം എല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങ് നടക്കുകയാണ് ചോദിക്കാർ. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. ഭഗവാൻ നിങ്ങളുടെ ഉൾവിളി കേട്ടു എന്നാണ് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ ചോതി നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം, ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ഭഗവാൻ ഉണ്ട്, നല്ലതേ വരുള്ളൂ. വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെയും പോയി ചിങ്ങമാസ പുലരിയിൽ തൊഴാൻ പറയണം. ഭഗവാന്മാരുടെ അനുഗ്രഹം നിങ്ങളെ രക്ഷപ്പെടുത്തും, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖക്കാരെ സംബന്ധിച്ചിടത്തോളവും ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്ന ചിങ്ങമായിട്ടാണ് ഈ ചിങ്ങമാസത്തെ കാണാൻ സാധിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകൾ, കടങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ ഉള്ളവരാണ് വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അത് വിശാഖക്കാരുടെ ജീവിതം നിങ്ങൾ പൊതുവെ എടുത്ത് നോക്കൂ. എല്ലാവർക്കും അത്തരത്തിൽ ചില ബാധ്യതകൾ, തീർത്താ തീരാതെ കിടക്കുന്ന ചില കടബാധ്യതകൾ, കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒട്ടുമുക്കാൽ വിശാഖക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ തീർക്കാനുള്ള യോഗം കാണും. സാമ്പത്തിക ഉയർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചില ഫലങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, ഉയർച്ചകൾ, കഴിവുകൊണ്ട് മുന്നേറാനുള്ള അവസരം, അതുമൂലം ധനസ്ഥിതി മെച്ചപ്പെടുന്ന ഒരവസ്ഥ, ഇതൊക്കെ വിശാഖത്തിന് വരുന്നുണ്ട്. വിശാഖം രക്ഷപ്പെടുന്ന ചിങ്ങമാണ് ഈ വരുന്നത് എന്നുള്ളത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴംകാർക്ക് കഠിനാധ്വാനം വിജയം കൊണ്ടുവരുന്ന ചിങ്ങമാണ് ഈ വരാൻ പോകുന്നത്. എന്താണ് കഠിനാധ്വാനം വിജയം കൊണ്ടുവരിക എന്ന് പറയുന്നത്? അനിഴംകാർ കുറേ കാലമായിട്ട്, അനിഴംകാരിൽ ഏതാണ്ട് ഒരു 90% ആളുകളും വലിയൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ.
അവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ പ്രയത്നം വേണ്ട, കഷ്ടപ്പാട് വേണ്ട, അധ്വാനം വേണ്ട ഒരു കാലമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു കാലത്തിന് ഫലം സിദ്ധിക്കാൻ പോകുന്ന, ആ കഷ്ടപ്പാടിനും കഠിനാധ്വാനത്തിനും ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന കാര്യത്തിനും വിജയം അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുന്ന ഒരു ചിഹ്നമായിട്ടാണ് ഈ ചിഹ്നത്തെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരുപാട് കാര്യങ്ങൾ അനുരംഗാർക്ക് വരും. അനുരംഗാർ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും. ജഗദീശ്വരൻ കൈപിടിച്ചാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ധൈര്യമായിരിക്കൂ, എൻ്റെ നാവ് പൊന്നാകും, ഭഗവാനുണ്ട് ഒപ്പം എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷ ദുരിതങ്ങൾ ഈ ഒരു ചിങ്ങമാസത്തിൽ കാണുന്നുണ്ട് കേട്ടോ. തൃക്കേട്ടക്കാർ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. പുറത്തു പോകുമ്പോൾ, അസമയത്ത് യാത്ര ചെയ്യുമ്പോൾ, ഒരുപാട് യാത്രകൾ സാഹസിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, സാഹസികമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒക്കെ ശ്രദ്ധിക്കാൻ പറയണം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അപകടം പതിയിരിക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ ചിങ്ങത്തെ കാണാൻ സാധിക്കുന്നത്. തൃക്കേട്ടക്കാർക്ക് പൊതുവേ ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്ര ഒരു സൗഖ്യമുള്ള ഒരു മാസമായിട്ടല്ല കാണുന്നത്. വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ തൃക്കേട്ടക്കാർ പ്രത്യേകം തൊഴുത് പ്രാർത്ഥിക്കണം, ഭദ്രകാളിയെ പ്രാർത്ഥിക്കണം. ഒരുപാട് ശത്രുദോഷങ്ങളും തൃക്കേട്ടയ്ക്ക് കാണുന്നുണ്ട്. മൊത്തത്തിൽ അത്ര ശുഭകരമല്ല ഈ പിറക്കുന്ന ചിങ്ങം തൃക്കേട്ട നക്ഷത്രത്തിന്. വീട്ടിൽ തൃക്കേട്ടക്കാരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സങ്കടങ്ങൾ അവസാനിക്കുന്ന ചിങ്ങം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും പേറിയാണ് നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും കുറ്റപ്പെടുത്തലുകൾ, ഒഴിച്ചു നിർത്തലുകൾ, മാറ്റിപ്പറയലുകൾ ഒക്കെ വിധേയമാകേണ്ടി വന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. തങ്ങൾക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഈശ്വര കൃപയാൽ കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകും, സങ്കടങ്ങൾ തീരും. നിങ്ങളുടെ ദുഃഖം കേൾക്കാൻ ജഗദീശ്വരൻ അവതരിക്കും എന്ന് തന്നെയാണ് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ മൂലം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം, ജഗദീശ്വരനൊപ്പമുണ്ട്, വിഷമിക്കരുത്, ധൈര്യമായിരിക്കാൻ പറയണം, ധൈര്യമായി ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകാൻ പറയണം, നല്ലതേ വരുള്ളൂ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിറക്കാൻ പോകുന്ന ചിങ്ങം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. തൊഴിൽപരമായിട്ട് നല്ല കാര്യങ്ങൾ, തൊഴിലിൽ ചില മാറ്റങ്ങൾ, മത്സര പരീക്ഷകൾക്ക് ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ, വിദ്യ കൊണ്ട് വിജയം നേടാനായിട്ടുള്ള ഒരവസ്ഥ, ധനക്ലേശമൊക്കെ അനുഭവിക്കുന്നവർക്ക് ധനപരമായിട്ടൊരു മാറ്റത്തിനുള്ള അവസ്ഥ, ധനപരമായിട്ടൊരു മുന്നേറ്റത്തിനുള്ള അവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആയുരാരോഗ്യ സൗഖ്യം കുറയും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില വയ്യായ്മകൾ, ചില ജീവിതത്തിൽ ചില ശാരീരിക മാനസികമായിട്ടുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആശുപത്രിവാസം, ചില അപകടത്തിനുള്ള സാധ്യതകൾ, ഇതൊക്കെയുള്ള നക്ഷത്രമാണ്. ശിവനെ പ്രാർത്ഥിക്കണം. പൂരാടംകാർ വീട്ടിനടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഭഗവാനെ തൊഴണം. ദോഷങ്ങൾ ഒരു പരിധിവരെ മാറി നിൽക്കും. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ്. വീട്ടിൽ പൂരാടംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിങ്ങമാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ദോഷ നക്ഷത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്. എന്നിരുന്നാലും ചില ദോഷങ്ങൾ ഇവരെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മൊത്തം സന്തോഷത്തെ അല്ലെങ്കിൽ സുഖത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ ബാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ശനിയുടെ ചില ഉപദ്രവങ്ങളൊക്കെ ഉത്രാടം നക്ഷത്രത്തിന് തീർന്നു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഇച്ചിരി ഉയർച്ചയൊക്കെ അല്പം കാണാൻ സാധിക്കുന്നുണ്ട്. വീട്, വാഹനം, വസ്തുവകകളൊക്കെ വാങ്ങാനായിട്ടുള്ള യോഗം, പല കാര്യങ്ങളും വിറ്റ് പുതിയത് വാങ്ങാനായിട്ടുള്ള യോഗം, ജീവിതത്തിൽ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനമിടപാടുകൾ ചെയ്ത് അതൊക്കെ നല്ല കാര്യമായി വരാനായിട്ടുള്ള ഒരു യോഗം, അതുപോലെ തന്നെ സമ്പാദ്യമൊക്കെ കുറച്ചുണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. തൊഴിലിടത്തിൽ ചില ശുഭകാര്യങ്ങൾ, ശുഭവാർത്തകൾ ഒക്കെ ഉത്രാടംകാരെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഭവിക്കുന്ന ചില അപകടങ്ങൾ, ചില അത്തരത്തിൽ അപകട തുല്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സങ്കട വാർത്തകൾ, ഇതൊക്കെ ഇവരുടെ ഈ മേൽപ്പറഞ്ഞ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളെയും കെടുത്തിക്കളയും എന്നുള്ളതാണ്. ഉത്രാടംകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയണം. വീട്ടിനടുത്ത് ഭഗവതി ക്ഷേത്രമുണ്ടെങ്കിൽ പോയി ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറയണം. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ചിങ്ങം കാണുന്നത്ര സൗഖ്യമല്ല എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്
തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ഈ വരാൻ പോകുന്ന ചിങ്ങമാസം എന്ന് പറയുന്നത്. കലാകായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന തിരുവോണംകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലമാണ് കാണാൻ സാധിക്കുന്നത്. തൊഴിൽ രംഗത്തൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. ഏത് കർമ്മ മേഖലയിലാണ് എന്നുണ്ടെങ്കിലും അതിൽ 100% ആത്മാർത്ഥതയോടുകൂടി കഴിവ് തെളിയിക്കാനും വിജയം നേടാനുമുള്ള അവസരം കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പണം ഇറക്കിയുള്ള പണം മുടക്കിയുള്ള ചില ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. കോടതി കേസുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശത്രുവിൻ്റെ ഉപദ്രവം മൂലം പലപ്പോഴും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, നമ്മളുടെ മനസ്സമാധാനം കെടുത്തുന്ന ഒരവസ്ഥ, നമ്മളുടെ കൂടെ നിന്ന് ചിരിച്ചു കാണിച്ച് നമുക്ക് ശത്രുവായി മാറുന്ന ഒരവസ്ഥ ഒക്കെ തിരുവോണംകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചില ആയുരാരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വഴിമുടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രക്തസംബന്ധമായിട്ട് അല്ലെങ്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ചില വയ്യായ്മകൾ വരാനായിട്ടുള്ള അവസ്ഥ. ചെറിയ വയ്യായ്മയെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ദോഷമായിട്ട് വരും. ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടംകാർക്ക് ഈ ചിങ്ങമാസം ഒട്ടും അനുയോജ്യമായിട്ടുള്ള മാസമല്ല എന്നുള്ളതാണ്. അവിട്ടംകാർ ഏത് കാര്യത്തിന് ചെന്ന് തൊട്ടാലും അതൊക്കെ ഇവർക്ക് വിനയായിട്ട് വരും, തടസ്സം വന്ന് വഴിമുടക്കി വീഴും എന്നുള്ളതാണ്. അവിട്ടം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും പുതിയ കാര്യങ്ങൾക്ക് ഇവർ മുന്നിട്ടിറങ്ങുന്നതിന് പകരം തുടങ്ങി വെക്കുന്നത് മറ്റ് നക്ഷത്രക്കാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇവർ അതിന് പിന്നാലെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഇവർ ചെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങും എത്താത്തൊരവസ്ഥ, വഴിമുടങ്ങുന്ന ഒരവസ്ഥയൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈശ്വരാധീനം കൂട്ടണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെയധികം മോശാവസ്ഥയിലേക്ക് പോകുന്ന ഒരു നക്ഷത്രമായിട്ടാണ് അവിട്ടം നക്ഷത്രം കാണാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവതിയെ പ്രാർത്ഥിക്കുക. വീട്ടിനടുത്ത് ക്ഷേത്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുമ്പോഴൊക്കെ പോയി തൊഴുക. ഈശ്വരാധീനം വർദ്ധിപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന ഈ ഒരു മാസം, ഈ ഒരു ചിങ്ങപ്പുലരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിങ്ങം പുലർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഏതാണ്ട് ഈ ചിങ്ങവും പിന്നീടുള്ള മാസങ്ങളും അവിട്ടം നക്ഷത്രത്തിന് ദോഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ ചിങ്ങമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതീവ ശുഭകരമാണ് ഈ ചിങ്ങം ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. കുടുംബജീവിതത്തിൽ സന്തോഷ വാർത്തകൾ, സന്തോഷ അനുഭവങ്ങൾ, ഒരു കുടുംബജീവിതത്തിൽ സന്തോഷ സൗഖ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രണയസാഫല്യം, വിവാഹ യോഗം ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യ കൊണ്ട് വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട്. തൊടുന്നതൊക്കെ പൊന്നായിത്തീരുന്ന നക്ഷത്രമായി ചതയം മാറുന്നതാണ്. ചതയംകാരി ധൈര്യമായിട്ടിരിക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ചിങ്ങപ്പുലരിയാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം ഒരുപാട് രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. കുടുംബജീവിതത്തിൽ ചില അംഗങ്ങൾ വഴി ചില വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ തട്ടാനായിട്ടുള്ള സാധ്യത ഈ ചിങ്ങത്തിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ സഹോദരങ്ങളോ മക്കളോ അല്ലെ ഭാര്യയോ ഭർത്താവോ അല്ലെ അച്ഛനോ അമ്മയോ ഒക്കെ മൂലമുണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ ചില പ്രവർത്തികൾ, അവരുടെ ചില അവസ്ഥകൾ ഇതുമൂലമുണ്ടാകുന്ന ചില മാനസിക സംഘർഷങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ചില സാമ്പത്തിക ഉയർച്ചകൾ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ മേൽപ്പറഞ്ഞ സങ്കടം അതിനെയൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ, എല്ലാം ഉണ്ട് ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക്, തരം താഴ്ത്തുന്ന രീതിയിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനച്ചിലവ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മക്കളൊക്കെ ഉള്ള പൂരുട്ടാതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനച്ചിലവ്, അധിക ചിലവ്, അപ്രതീക്ഷിത ചിലവ് ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പൂരുട്ടാതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്, ശ്രമിച്ചോളൂ, അതൊക്കെ നടന്നു കിട്ടും. പക്ഷേ അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ദുഃഖങ്ങൾ ഒന്നു മാറി അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലറ ചില്ലറ ദോഷങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ സന്തോഷത്തിൻ്റെ ഒരു
ചിങ്ങമാസമായാണ് കാണാൻ സാധിക്കുന്നത്. ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചില നേട്ടങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ട്, ധനമിറക്കി ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ധനപരമായിട്ട് നല്ല നേട്ടം കൊയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഭൂമിപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുകൂലമായിട്ട് വിധി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കഠിനാധ്വാനങ്ങൾ, ഇതൊക്കെ ഫലം കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത് അഭിമാനിക്കാനുള്ള ഒരവസരം ഉത്രട്ടാതിക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ദോഷങ്ങൾ, പ്രത്യേകിച്ചും ശത്രുദോഷം, അതുപോലെ തന്നെ ജീവിതത്തിൽ ചില വ്യക്തികളെ കൊണ്ടുണ്ടാകുന്ന പ്രാക്ക്, എരിച്ചിൽ, കണ്ണീർ, അതുമൂലമുണ്ടാകുന്ന അനർത്ഥങ്ങൾ, ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അത്തരം ദോഷങ്ങളുണ്ട്, അത്തരം ദോഷങ്ങൾ ചില അനർത്ഥങ്ങളും കൊണ്ടുവരും. അതൊന്ന് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്ത് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവം മംഗളമാകുന്ന ഒരു ചിങ്ങമായാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം ബഹുകേമമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ബഹുകേമമായിട്ട് കാണുക എന്ന് പറയുന്നത്? ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള മനപ്രയാസങ്ങൾ നീങ്ങി, ഒരുപാട് 1000 കാര്യങ്ങൾ രേവതിക്കാരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അടക്കി വെച്ചിരിക്കുകയാണ് രേവതിക്കാരെന്ന് പറയുന്നത്. ആ മാനസിക വ്യഥകൾ, ദുഃഖങ്ങൾ, ഇവരുടെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ, അതൊക്കെ മാറാനായിട്ടുള്ള അവസരം ജഗദീശ്വരൻ ഇട്ട് തരുന്ന ഒരു മാസമായിട്ടാണ് ഈ രേവതി നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നത്. ബഹുകേമം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇത്തരം സങ്കടങ്ങൾ നീങ്ങി മനസ്സറിഞ്ഞ് ഇവരൊന്ന് ചിരിക്കുന്ന മാസമാണ് ഈ പിറക്കാൻ പോകുന്ന ചിങ്ങമാസം എന്ന് പറയുന്നത്. മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ ചില മുഹൂർത്തങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ എടുത്ത പല തീരുമാനങ്ങളും ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കാൻ പോകുന്ന ഒരു സമയത്തിലൂടെ കൂടെയാണ് ഇവർ കടന്നു പോകാൻ പോകുന്നത്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ പഴി കേട്ടിട്ടുള്ളവരാണ്, അല്ലെ പഴി കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ രേവതിക്കാരെന്ന് പറയുന്നത്. അവരെടുത്ത പല തീരുമാനങ്ങളും ഈശ്വരൻ സാക്ഷിയായി, ജഗദീശ്വരൻ സാക്ഷിയായി, ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയായി വരാൻ പോകുന്ന ഒരു കാലം കൂടാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ രേവതി നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം. ഈശ്വര സാന്നിധ്യം കൂടുണ്ട്. ഭഗവാനെ വിളിച്ച്, ഭഗവതിയെ വിളിച്ച് ധൈര്യമായി മുന്നോട്ട് പോകൂ. സർവം ഗംഭീരമായി കിട്ടും. അപ്പം ഞാനിവിടെ 27 നക്ഷത്രങ്ങളുടെയും ഫലമാണ് പറഞ്ഞത്. ചിങ്ങമാസ ഫലങ്ങൾ, ഏറ്റവും സത്യമായ ഫലങ്ങൾ. എൻ്റെ അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മിയെ സാക്ഷി നിർത്തി പറയുന്നു. ഞാൻ ഈ പറഞ്ഞത് അച്ചിട്ടായി വരുന്നത് നമുക്ക് നോക്കാം. ഓരോ ദിവസങ്ങളിൽ ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ജഗദീശ്വരി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നൽകി പൊന്നു ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ, മക്കൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.